അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. നൂറാവിന്റെ മുത്തുമണികളെ, അൽഹംദുലില്ലാഹ് വരുന്ന അടുത്ത മാസം നവംബർ, അടുത്ത മാസം അല്ല, മെയ് എത്ര ഡേറ്റ്? മെയ് 25-ന്. അതൊക്കെ ഒരു ഓർമ്മയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അച്ഛനില്ല, ഈ പൊന്നുമോൾക്ക് അച്ഛനും അമ്മയുണ്ട്, അമ്മണ്ട, അച്ഛനും അമ്മയില്ലാത്ത കുട്ടിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഈ പൊന്നു മക്കളെ കല്യാണം കേട്ടോ. അൽഹംദുലില്ലാഹ് കല്യാണത്തിന് നിങ്ങൾ വന്നാൽ മതി, നിങ്ങൾ സഹായിക്കൊന്നും വേണ്ട, കല്യാണത്തിന് വന്നാൽ മതി. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഈ പൊന്നു മക്കൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഒത്തിരി ആളുകളെ നമ്മൾ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത മാസം 25-ന് പൊന്നു മക്കളെ താലികെട്ടാണ്, മേലെ കൊടുക്കാതെ വെച്ചിട്ടാണ്. നിങ്ങളൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുക. പിന്നെ വിമർശനം നിങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ഇങ്ങനെ തുടരുമ്പോൾ നമുക്കതൊരു അനുഗ്രഹം കേട്ടോ. അള്ളാഹു എന്ത് ചെയ്യട്ടെ, നല്ല കൽബ് അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് സന്തോഷം അള്ളാഹു നൽകട്ടെ, സമാധാനം അള്ളാഹു നൽകട്ടെ. തങ്ങൾ പപ്പക്ക് പ്രാർത്ഥിക്കൂലേ? ഇതിന്റെ പഞ്ചായത്തിലുള്ളതാണ്, എന്റെ പഞ്ചായത്താണ്. ഈ ചേച്ചി വളരെ വിഷമാട്ടോ, അച്ഛനും ഇല്ല, അമ്മയില്ല, നാത്തൂനാണ് അവരെ നോക്കുന്നത്. അപ്പൊ പൊന്നു മോക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. കല്യാണത്തിന് വന്നാൽ മതി, നിങ്ങൾ സഹായിക്കൊന്നും വേണ്ട, കല്യാണത്തിന് വന്നാൽ മതി. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഈ പൊന്നു മക്കൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഒത്തിരി ആളുകളെ നമ്മൾ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അടുത്ത മാസം 25-ാം തീയതി മേലെ കൊടുക്കാട്ട് മക്കളെ താലി കെട്ടിന് വരാം. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നിമിഷങ്ങൾ പാർക്കിലും ബീച്ചിലും ചെന്ന് കളയല്ലേ. ഒരു മാസം രാവും പകൽ ഇബാദത്ത് ചെയ്ത് ഓരോരോ തെറ്റുകൾക്ക് തൗബയും ചെയ്ത് നേടിയെടുത്ത ഭാഗ്യം കളയല്ലേ ആരും. റമദാൻ കഴിഞ്ഞെന്നാലും ഇബാദത്ത് വേണം. ഈദിൻ സുദിനവും സൂക്ഷ്മതയാലെ വാരിപ്പുണരേണം. മനസ്സ് തുറന്ന് റബ്ബിനെ ഓർത്ത് തക്ബീർ ചൊല്ലേണം. ഇത് വെറുമൊരു ആഘോഷമായി മാത്രം കരുതല്ലേ. സുഹൃത നിമിഷങ്ങൾ പാർക്കിലും ബീച്ചിലും ചെന്ന് കളയല്ലേ.